ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 790 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 1 സങ്കീർത്തനം 2 തിരുവചനമാണ്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കെനിയയിൽ സഫാരിക്ക് പോയ ഒരു കുടുംബത്തിന് വരണ്ടുണങ്ങിയ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു തടാകത്തിൽ പലതരം മൃഗങ്ങൾ വരുന്നത് കാണുവാനായിട്ട് സാധിച്ചു. ആ മൃഗങ്ങൾക്കത് ജീവജലമാണ്. ആ കുടുംബത്തിൻ്റെ ഗൃഹനാഥൻ ഇങ്ങനെ ചിന്തിച്ചു, ബൈബിളും ഇത്തരത്തിലുള്ള ഒരു ജലാശയമല്ലേ, ഒരു ദൈവികമായ ജലാശയം. അത് ജ്ഞാനത്തിൻ്റെയും മാർഗനിർദ്ദേശത്തിൻ്റെയും ഉറവിടം മാത്രമല്ല, ജീവിതത്തിൻ്റെ പല തുറകളിലുള്ള ആളുകൾക്ക് ആശ്രയിക്കുവാനുള്ള ജീവന്റെ ജലമാണ് അത്. സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ്. പ്രിയമുള്ളവരെ, ഒരു മരം ജലം തേടി അതിൻ്റെ വേരുകൾ ഭൂമിയിൽ ആഴത്തിൽ പായിക്കുന്നത് പോലെ ദൈവസ്നേഹത്തിൻ്റെ നീർച്ചാലുകൾ തേടി ദൈവവചനത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നവർക്ക് ആവശ്യമായ ശക്തിയും കൃപയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ലഭിക്കും. പ്രിയമുള്ളവരെ, ദൈവിക സന്നിധിയിൽ നിന്ന് കൃപ പ്രാപിക്കുവാനായി ദൈവവചനത്തെ വായിക്കുവാനും ധ്യാനിക്കുവാനും നമുക്ക് സാധിക്കുന്നുവോ? നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ദൈവസ്നേഹത്തിൻ്റെ നീർച്ചാലുകൾ അനുഭവിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ വചനത്തെ വായിക്കുവാനും ധ്യാനിക്കുവാനും എന്നെയും പ്രാപ്തനാക്കണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.